ഹലോ അസ്സലാമു അലൈക്കും മക്കളെ, എന്താണ് വിശേഷം? ഇങ്ങനെയൊക്കെ നോമ്പൊക്കെ ഏതുവരെ പോകണം? എന്തായാലും നമ്മുടെ നോമ്പ് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാനായിട്ട് ബാർബർ ഷോപ്പിൽ വന്നതാണ്. ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊടുന്ന അന്ന് വീഡിയോ ഇട്ടപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് നൗഫൽ ഉപ്പാൻ്റെ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെ അന്ന് വെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയാണ്, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കുറേ നോക്കിയിരിക്കുന്നു, കാരണം അവിടെ ഒരാൾ വെട്ടാൻ വരുന്നുണ്ട്, അയാളെ പിന്നാലെ കുറേ നടന്നു, പറ്റിയില്ല. പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം നടന്നില്ല, ആളെ കണ്ടീഷൻ കുറച്ച് മോശമാവുകൊണ്ട് ഒന്ന് ഭേദമായി നടക്കാറൊക്കെ ആയിട്ട് നമുക്ക് പോവാച്ചിട്ടായിരുന്നു. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ മുടിയും താടിയൊക്കെ വെട്ടിയപ്പോൾ ആളാകെ മാറിപ്പോയിട്ടോ. കൂടെ ഉമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ചക്കര വന്നില്ല. ചക്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മെഡിക്കൽ കോളേജ് രണ്ടാളുണ്ട്. അപ്പോൾ പഴയ മെഡിക്കൽ കോളേജിലാണ് നമുക്ക് MRI എടുക്കാനുള്ളത്. അപ്പോൾ ചക്കര ഞാൻ അവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ അവിടെ നിർത്തി. ഇനി അഥവാ വിളിക്കുകയാണെങ്കിൽ എന്നൊന്ന് ഫോൺ വിളിക്കുക, ഞാൻ വേഗം വരാം, ആ ഗ്യാപ്പിൽ ഞാൻ ഉപ്പാൻ്റെ മുടി വെട്ടി വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. കാരണം MRI എടുക്കുന്നിടത്ത് രണ്ടാളും പാടെ എടുക്കാണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഒരുവിധം ഒക്കെ റെഡിയാക്കി. നമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്, എങ്ങനെ വന്നിരുന്ന ആളാണ്. താഴത്തു കൂടെയൊക്കെ മൊത്തം മുടിയായിട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത്രയും മുടി വെട്ടി കളഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉപ്പന്നെ സ്വയം ഒക്കെ റെഡിയാക്കുന്നുണ്ട്. കയ്യുമെന്ന് ആ സാധനം ഊരിയിട്ടൊന്നുമില്ല, കാരണം ഇനി പോയിട്ട് ആ ക്ലിപ്പ് ഒന്നും പാടെ കേട്ടണം കേട്ടോ. നിങ്ങൾ താടിയൊക്കെ വെട്ടിയിട്ട് ഉമ്മ ഇപ്പം അവിടെ ഇങ്ങനെ നിൽക്കിട്ട് കേട്ടോ. നേരം കുടിച്ചാൻ പറഞ്ഞത് അത് വേണ്ടാന്ന്. അതായത് മരുന്ന് സോഡിയത്തിന്റെ കറക്റ്റ് കൊടുക്കും. വേണ്ടത്രേ ഞാൻ പറഞ്ഞത് സമ്മതിക്കില്ലാന്ന്. എപ്പോഴാ ചോദിച്ചോ? അപ്പൊ തെറ്റോ വേണ്ടാന്ന്. അത് കുടിക്കാൻ പറയും. അപ്പൊ ഇന്നെ കണ്ടിട്ട് കുടിക്കണേ? ഞാൻ കണ്ടിട്ട് കുടിക്കണേ. ഇനി പോകുമ്പോഴേ ആ മഞ്ഞക്കാട് കൊണ്ട് നേരെ പോവാ. അതെടുത്തു പിന്നെ ഇനി ഇതൊന്നും കാണിക്കല്ല, മഞ്ഞ ബുക്ക് മാത്രം കൊടുക്കുക. ഡോക്ടറോട് ഗുളിക ഏതാന്ന് ചോദിക്കുക, ആ ഗുളിക മാത്രം. മനസ്സിലായോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ സുഖമായിട്ട് കടന്ന ചോറ് വാങ്ങാം, അത് വാങ്ങാം. അത് ഒറ്റൊന്ന് വാങ്ങിയ മഞ്ഞ രാത്രിക്ക് ഒന്നും നിങ്ങൾക്ക് വാങ്ങണ്ട. ഇതേനെ ഇറങ്ങുക, ഇതേനെ ഇറങ്ങി കഴിഞ്ഞാൽ വേഗം എത്തുവോടെ. ഈ പെണ്ണുങ്ങൾ പോകുമ്പോൾ പോയാൽ ഈ പെണ്ണുങ്ങൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഓലപ്പനം പോവുക, അത് പോയി വാങ്ങി വരാം. ടോക്കൺ നമുക്ക് കിട്ടിയിട്ടില്ല. അവരോട് പറഞ്ഞാൽ ഈ ടോക്കൺ ഞങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് ഒരു പൊതി മതിയാവും കേട്ടോ. ഒക്കെ കറക്റ്റായിട്ട് ചെയ്യും. ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം കേട്ടോ. ഞാൻ എന്തെങ്കിലും എടുക്കാണ്ടോ? ഒന്നും കൊണ്ടണ്ട. അപ്പം എന്തായാലും നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ്. പൂച്ചക്കുട്ടിക്ക് ഞാൻ തീറ്റ പോകുമ്പോൾ വാങ്ങി പോയിക്കൊണ്ട്. ഇവിടെയും കളയണോ അവിടെയും കളയണോ? ചക്കര ഓങ്ങൈസോ? ചൂടോ? അങ്ങനെ മൂത്താപ്പയും മൂത്തമ്മാനെ നമ്മൾ ഒറ്റപ്പാലം സ്റ്റാൻഡിലാക്കി കൊടുത്തിട്ട് ഉപ്പാടെ ഏട്ടനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മേലാമുറി കയറി പോകൂലേ, ബസ് കയറിയിട്ട് പോകും. നമ്മളിവിടെ ഇറക്കി കൊടുത്ത് ഇനി നമ്മൾ അങ്ങനെ പോയി വീട്ടിലോട്ട് പോകും. എത്തുമ്പോൾ സോപ്പും പൊടി വാങ്ങണം. പാവുണ്ട് കേട്ടോ. ഈ മൂത്തമ്മാനെ സമ്മതിച്ചു അല്ലേ? ഈ മൂത്തപ്പാനെ ഏറ്റിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ നടക്കുന്നു. കുറെ കാലം ഇവര് അല്ലേ? എന്തായാലും കാണുമ്പോ ഒക്കെ ഇടങ്ങാറ് തന്നെയാണ്. എന്താ ചെയ്യാ, ഒക്കെ റെഡിയാവും. അങ്ങനെ നമ്മള് ഒറ്റപ്പാലത്ത് എത്തി ഗായ്സ്. അങ്ങനെ ഉമ്മ അവിടെ ഒറ്റക്കാണ്. ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് പോന്നിരിക്കാണ് കേട്ടോ. അപ്പൊ വിചാരിക്കണ്ടാവും എന്തിനാ ഞങ്ങൾ ഉമ്മാനെ അവിടെ ഒറ്റക്കാക്കി പോകുന്നതെന്ന്. ഗായ്സ്, ഉമ്മാക്ക് വേണ്ടതെല്ലാം നമ്മൾ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി എവർക്കും ഒരു റിസൾട്ടും ഇനി വാങ്ങണ്ട. ഉമ്മാക്ക് അവിടെ നിന്ന് പരിചരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ചോറ് വാങ്ങേണ്ട ആവശ്യമല്ല. ചോറ് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഓടി നമ്മളതിൽ പറ്റില്ലാണ്ടായിക്കണം. അപ്പൊ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി ഇതൊക്കെ വരാച്ചിട്ടാണ്. ഡ്രസ്സും ഇല്ല, അങ്ങനെയൊക്കെയാണ്. ഉമ്മാനെ ഒറ്റക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറയരുത്, കാരണം സാധാരണ ഹോസ്പിറ്റലിൽ എല്ലാവരും ഓരോരുത്തരൊക്കെ ആവും നിൽക്കുക. പക്ഷെ നമ്മളെന്താക്കി
ഉമ്മാക്കൊന്നും അറിയില്ല. ഉമ്മാനെ ഇടങ്ങാറാക്കണ്ട വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മളും കൂടെ പോയി നിന്നത് കേട്ടോ. ഗൈസ്, ഞാനും ചക്കരയും ഇങ്ങനെ നാട്ടിലോട്ട് എത്താറായില്ലേ. അവിടുന്ന് അത്യാവശ്യം ദൂരമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളുണ്ട്. ചക്കര ഇപ്പൊ 2 വട്ടം അല്ല 1 വട്ടം അല്ലേ, 1 വട്ടം ബസ്സിൽ കയറി പോകുന്നു. ഇപ്രാവശ്യം പിന്നെ ഞാൻ കൊണ്ടാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏകദേശം ഒരുവിധമൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ അത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച കേസാണ്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ റെഡിയായി. നിങ്ങളൊക്കെ മുടി വെട്ടിപ്പോൾ ആള് ചുള്ളനായി അല്ലേ, മോനമാര് ചുള്ളനായി. ഇമ്മക്ക് ഞങ്ങൾ വരുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട്. കാരണം ഇത്ര ദിവസം ഒരുമിച്ചായിരുന്നില്ല അവിടെ. നമുക്ക് കൊണ്ട് ഒരു ഇടങ്ങേറ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ വെച്ചിട്ട്. ഓക്കെ, എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ നൈറ്റ് ഒന്ന് പാടെ പോയി നിൽക്കും. കാരണം ഒരുവിധമൊക്കെ അവളെ ആക്കി കൊടുത്തു. ഇനി കുറേ ആളുടെ ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ ചോറ് വാങ്ങിക്കൊടുക്കലും പിന്നെ ഡോക്ടറിന് എന്താന്ന് പറഞ്ഞു കൊടുക്കല് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ലാബ് പോക്കും ഒന്നുമില്ല. ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വേഗം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കാരണം ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. മൂപ്പരന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓക്കെ ആയി. കാരണം കണ്ണും മോറൊക്കെ പറ്റ ഉള്ളിലായിരുന്നു. നമ്മൾ കൊണ്ടുപോയ സിറ്റുവേഷനും ഇപ്പം ആ മുടി വെട്ടുമ്പോൾ നിങ്ങൾ കണ്ട കോലം ഒക്കെ രണ്ടാണ്. സ്വയം നടക്കൽ തുടങ്ങി, എല്ലാം ചെയ്യൽ തുടങ്ങി, പറഞ്ഞാൽ മനസ്സിലാവൽ തുടങ്ങി. ഈ സോഡിയത്തിൻ്റെ ഒരു ലേശം കുറവുണ്ട്. 2 ദിവസം പാടെ കയറി സോഡിയൊക്കെ കയറി കഴിഞ്ഞാൽ അതും റെഡിയാവും. ഛർദിയും മെല്ലെ റെഡിയായി, കുറേയൊക്കെ റെഡിയായി അല്ലേ. ഇനി ഛർദിയാണ് റെഡിയാവാനുള്ളത്. ഛർദി ഏകദേശം അതായത് ഛർദി വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത് വരുന്നില്ല, വെള്ളത്തിന്റെ അതായത് അതിന്റെ വെള്ളം കുടിക്കുന്നത് മാത്രമേ വരുന്നുള്ളൂ. അതായത് ചെറുകുടലിനാണ് പ്രശ്നം. അപ്പൊ അതും റെഡിയായി വരുന്നുണ്ട്. അതിപ്പോ കാര്യമായിട്ടില്ല. ഇന്ന് രാവിലെ കഴിച്ചൊന്നും ഛർദിച്ചിട്ടില്ല. ഇന്നലെ നൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇനി 1 മാസം കഴിഞ്ഞിട്ട് OP കാണിക്കലുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചക്കറിനെ വീട്ടിലിറക്കിയിട്ട് ഞാൻ ഈ വണ്ടി ഒന്ന് ക്ലെയിം ഇടാണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് പോകുന്നത്. അന്നൊന്ന് തട്ടിയതാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അത് എൻ്റെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടായിരുന്നില്ല. അതും പാടെ നോക്കുകയാണ്. പിന്നെ കല്യാണക്കത്തും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അതും പോയി വാങ്ങണം. അന്ന് അടിക്കാൻ കൊടുത്താണ്. അടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിലാവുകൊണ്ട് അതൊന്നും നോക്കിയായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അല്ലേ. എന്തായാലും ഡോക്ടർ എന്താണ് പറയുക, എങ്ങനെയാണെന്നൊക്കെ പറയാ വെച്ചാൽ നമ്മൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഈ നോമ്പും റമദാനും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആകെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. നമുക്ക് പറ്റുന്ന മാതിരി അത്താഴം കഴിക്കാനോ. പക്ഷെ ഇഫ്താർ അടിപൊളിയായിരുന്നു. പിന്നെ ഈ മുമ്പ് കൂടെ ഇങ്ങനെ രോഗികളും ഹോസ്പിറ്റലും മരണവും കാര്യങ്ങളൊക്കെ ആകെ മരവിച്ച് പോയായിരുന്നു. എല്ലാവർക്കും അവസ്ഥയൊക്കെ വരും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഈ ഒരു ടൈമിൽ നമ്മൾ ആകെ പിടുത്തം മുട്ടിയായിരുന്നു. എന്തായാലും എല്ലാവർക്കും അല്ലേ, എല്ലാം മാറിയൊക്കെ വീട്ടിലൊക്കെ പോകാൻ പറ്റും. ഒരുപാട് ആളുകൾ താത്താരും എല്ലാവരും ഈ നോമ്പ് കാലത്ത് അവിടെ എത്രയോ ദിവസം അഡ്മിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ വേഗം പോകാൻ പറ്റട്ടെ. കാരണം നല്ല അടങ്ങാറ് കാര്യങ്ങളാണ് ഈ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ. ദുനിയാവിലെ പരീക്ഷണമാണ് ഈ ഹോസ്പിറ്റൽ കേസും അങ്ങനത്തെ ഒക്കെ വരുന്നത്. അല്ലാതെ കുറേ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയിൽ കുറേ കോടിയുണ്ട്, ഇന്ത്യയിൽ കുറേ പണമുണ്ട്, എനിക്ക് നല്ലോണം തിന്നാൻ പറ്റുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ഡോക്ടർ പറയാണ് അത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട. പിന്നെ നമ്മളത് വാശിക്ക് കഴിച്ചാൽ നമ്മളുണ്ടാവൂല. അപ്പോൾ അതാണ് നമ്മൾ ഒന്നും അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. സക്കാത്ത് കൊടുക്കുക, എല്ലാം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ ഡ്രസ്സ് കൊടുത്തായിരുന്നു. ഒരുപാട് പേർക്ക് ഡ്രസ്സ് കൊടുത്തായിരുന്നു, പെരുന്നാളിന് ഡ്രസ്സ് ഇടാൻ പറ്റാനായിട്ട്. ഇപ്രാവശ്യം എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാൻ നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഞാൻ കൂടി പറ്റലുണ്ടാവില്ല. എൻ്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് എന്തായാലും ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കണം. ഞാൻ ഇപ്രാവശ്യം ഒന്നും പാടെ കൂട്ടണം വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര 90-ഓ 60-ഓ എത്ര കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സ് കൊടുത്തായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം എന്തായാലും നോക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ കൂടെ കല്യാണം, വീട് പണി, ഹോസ്പിറ്റൽ കേസൊക്കെ ആവുകൊണ്ടാണ് ഞാൻ കുറച്ച് കുടുങ്ങി പോയിട്ടോ. എല്ലാം നമ്മളതിനെ നോക്കണ്ടേ. ഇപ്പം എന്തായാലും ഗൈസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ചക്കര നാളെ തിരിച്ചങ്ങോട്ട് തന്നെ പോവും. വരാം. ഓക്കെ, ബൈ.